വടകര പോര് ഒരു പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സൈബർ അറ്റാക്കും ബോംബ് രാഷ്ട്രീയവും ഒക്കെയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. കഴിഞ്ഞ ദിവസം ശൈലജ ടീച്ചർ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു സൈബർ അറ്റാക്കിനെക്കുറിച്ച് വിതുമ്പി പറയുന്നത് കണ്ടു. എന്നാൽ അതിൽ അവർ പറയുന്നത് എതിർ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ആണ് ഇതിന് പിന്നിലെന്നാണ്. എങ്ങനെയാണ് ടീച്ചർ ഇത് പറഞ്ഞതെന്ന് അറിയില്ല. കാരണം ടീച്ചർ മാർച്ച് 29 കൊടുത്ത പരാതിയിൽ FR ഇട്ടതല്ലാതെ പോലീസ് ഇതുവരെ വേറെ നടപടി ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ടീച്ചർ തന്നെ പറയുന്നത് ആഭ്യന്തരം കൈയാളുന്ന പിണറായിയുടെ ഭരണ വീഴ്ചയാണ് ഈ കേസിൽ അന്വേഷിച്ച് പ്രതികളെ കണ്ടെത്താത്തത്. പോലീസ് അന്വേഷിച്ചു കണ്ടെത്തിയിട്ട് ഇല്ലാത്ത ഒരു കേസിൽ ടീച്ചർ എങ്ങനെയാണ് എതിർ സ്ഥാനാർത്ഥിയുടെ പേര് പറയുന്നത്? അങ്ങനെയെങ്കിൽ ഷാഫി പറമ്പിനെതിരെ നടക്കുന്ന വ്യാജ ആരോപണങ്ങളെല്ലാം ടീച്ചറുടെ അറിവോടെയാണെന്ന് തിരിച്ചു പറഞ്ഞാൽ എന്താകും ടീച്ചറുടെ മറുപടി? ടീച്ചർക്കെതിരെ ഇതുപോലെയുള്ള ഏതെങ്കിലും മോർഫ് ചെയ്ത വീഡിയോ പ്രചരിപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം തെറ്റ് തന്നെയാണ്. അതിൽ അന്വേഷിച്ച് പ്രതികളെ കണ്ടെത്തേണ്ടത് പിണറായിയുടെ ക്യൂവിലെ പോലീസ് തന്നെയാണ്. ഇനി ടീച്ചർ പരാതി നൽകിയിട്ടില്ലെങ്കിലും തങ്ങൾ പരാതി നൽകുമെന്നും സത്യം പുറത്തുവരേണ്ടത് തങ്ങളുടെ കൂടി ആവശ്യമാണെന്നും വടകര MLA കേരമ പറഞ്ഞിട്ടുണ്ട്. UDFന്റെ പ്രവർത്തകരിൽ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ തള്ളിപ്പറയുമെന്നും അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ സഹായിക്കുമെന്നും KK രമയും ഷാഫി പറമ്പിലും പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പത്രക്കാർ ഇക്കാര്യം ചോദിച്ചപ്പോൾ വടകരയിൽ മാത്രമല്ല എല്ലായിടത്തും സൈബർ അറ്റാക്കുകൾ നടക്കുന്നുണ്ട് എന്ന മറുപടിയാണ് നൽകിയത്. മാർക്സിസ്റ്റ് പാർട്ടി ഇത്തരം വ്യാജ വീഡിയോകൾ നിർമ്മിക്കുകയും അത് പ്രചരിപ്പിക്കുകയും സൈബർ അറ്റാക്ക് നടത്തുകയും ചെയ്യുന്നത് മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. UDFന്റെ വനിതാ നേതാക്കളെയും വനിതാ സ്ഥാനാർത്ഥികളെയും വനിതാ മാധ്യമപ്രവർത്തകരെയും അവഹേളിക്കുന്ന പത്രയോഗങ്ങൾ ഇടതു നേതാക്കൾ തന്നെ നടത്തിയിട്ടുണ്ട്. വടകരയിലെ KK രമയെ അത്യന്തം നീചമായ രീതിയിലാണ് മാർക്സിസ്റ്റ് പാർട്ടി അധിക്ഷേപിച്ചിട്ടുള്ളത്. വടകരയിലെ വ്യാജ വീഡിയോ, ബോംബ് രാഷ്ട്രീയം എന്നിവ കത്തി നിൽക്കുന്ന ഈ സമയത്ത് ശൈലജ ടീച്ചറോട് ചില ചോദ്യങ്ങൾ. നിങ്ങൾ പറയുന്ന വ്യാജ വീഡിയോ ഉണ്ടെങ്കിൽ, അതുപോലെ വ്യാജവാർത്തകളും പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർത്തും അപലപനീയം തന്നെയാണ്. പക്ഷേ അങ്ങനെയൊരു വീഡിയോ ഉണ്ടോ എന്നത് ഉറപ്പില്ലാതെ തന്നെ ചില വ്യാജ വാർത്തകൾ ആരൊക്കെയോ അല്ലെങ്കിൽ ചില സൈബർ പ്രവർത്തകർ നടത്തി എന്ന് പറയുമ്പോൾ ടീച്ചർ താങ്കൾ എങ്ങനെയാണ് അത് ഷാഫിയുടെ അറിവോടെയാണ് എന്ന് പറയുന്നത്? അത് ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണോ? അപമാനിക്കുന്നതിന് തുല്യമല്ലേ അത്? താങ്കൾ നേരിട്ട് എന്ന് പറയുന്ന അതേ അപമാനം തന്നെയല്ലേ താങ്കളുടെ പ്രസ്താവനയിലൂടെ ഷാഫിക്കും സംഭവിക്കുന്നത്? ടീച്ചറുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് കേട്ടു മാർച്ച് 29 ആയത് 19 ദിവസം മുൻപ് തന്നെ പോലീസിൽ പരാതി കൊടുത്തിരുന്നു. എന്നാൽ കാര്യമായ അന്വേഷണം ഒന്നും നടന്നില്ല എന്ന്. അത് ആഭ്യന്തരം ഭരിക്കുന്ന പിണറായിയുടെ വീഴ്ചയല്ലേ? പോലീസ് അല്ലേ കുറ്റക്കാരെ കണ്ടെത്തേണ്ടത്? 19 ദിവസമായിട്ടും പ്രതികളെ പിടിക്കാത്ത ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയല്ലേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമാകുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഈ ഇക്കാര്യം പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വടകരയിൽ മാത്രമല്ല എല്ലാ മണ്ഡലങ്ങളിലും ഇത്തരം സൈബർ അറ്റാക്കിംഗ് നടക്കുന്നുണ്ട് എന്നാണ്. ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയെക്കുറിച്ച് ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത്? ടീച്ചർക്കെതിരെ മോശമായ പത്രയോഗങ്ങളും സൈബർ പ്രചരണവും നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ തള്ളിപ്പറയുന്നു, ശക്തമായി അതിനെ വിമർശിക്കുന്നു. ഒപ്പം പ്രതികളെ പിടിച്ച് നിയമപരമായ ശിക്ഷ നൽകേണ്ടതും ആണ്. എന്നാൽ ഇവിടെ പോലീസ് ഏതോ ഒരു യൂത്ത് കോൺഗ്രസ് കോർഡിനേറ്ററുടെ പേരിൽ കേസ് എടുത്തതായും വാർത്ത പ്രചരിപ്പിക്കുന്നത് കണ്ടു. എന്നാൽ അദ്ദേഹത്തിന് എതിരെ കേസെടുത്തത് ടീച്ചർ പത്രസമ്മേളനം നടത്തിയതിനു ശേഷം അതിൽ പറഞ്ഞ വ്യാജ വീഡിയോ ആരെങ്കിലും കണ്ടോ എന്ന് കമന്റിട്ടതിനാണ്. അതുപോലെ മറ്റു 2 പേർക്കെതിരെയും കേസെടുത്തത് മോർഫ് ചെയ്ത വീഡിയോയുടെ പേരില, മറിച്ചു വ്യാജ പോസ്റ്റ് ഇട്ടതിന്റെ പേരിലാണ്. പക്ഷേ CPM സൈബർ വെട്ടുകിളി കൂട്ടങ്ങൾ പ്രചരണം നടത്തുന്നത് വ്യാജ വീഡിയോ കേസിൽ ആണെന്നാണ്. ഇതേ വടകരയിൽ ആത്മാഭിമാനം ഉള്ള കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന ടിബിയെ മാർക്സിസ്റ്റ് കാപാലികർ വെട്ടിക്കൊല്ലുകയും അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയായ ഇപ്പോഴത്തെ വടകര MLA സഖാവ് KK രമയെ നീചമായ പദപ്രയോഗങ്ങളും അശ്ലീല വാക്കുകളും ഉപയോഗിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് സൈബർ വെട്ടുകിളിക്കൂട്ടം വർഷങ്ങളായി അപമാനിക്കുന്നു, ഇന്നും അപമാനിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ എന്താണ് ടീച്ചർ പ്രതികരിക്കാത്തത്? എന്തിന് സൈബർ വെട്ടിക്കളി കൂട്ടം? നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ സംസ്ഥാന സെക്രട്ടറിയും LDF കൺവീനറും ഒക്കെയായിരുന്ന വിജയരാഘവൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിനെതിരെ നടത്തിയ അശ്ലീല വാക്കുകൾ പിൻവലിക്കാനോ മാപ്പ് പറയാനോ അയാൾ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അയാൾ ഇന്ന് നിങ്ങളുടെ പാലക്കാട് സ്ഥാനാർത്ഥിയാണ്. വിജയരാഘവനെ തള്ളിപ്പറയാനും അയാളെക്കൊണ്ട് മാപ്പ് പറയിക്കാനും ടീച്ചർ എന്നെങ്കിലും ശ്രമിച്ചിരുന്നു? എന്തിന് ടീച്ചറുടെ കൂടെ നിയമസഭയിൽ ഇരുന്ന MM മണി വടകര MLA സഖാവ് KK രമയെ മോശപത്രയോഗം കൊണ്ട് അവഹേളിച്ചപ്പോൾ ടീച്ചർ എവിടെയായിരുന്നു? മണിക്ക് എതിരെ ഒരു വാക്ക് പറഞ്ഞോ? മണിക്ക് എതിരെ പാർട്ടി എന്തെങ്കിലും നടപടി എടുത്തോ? സിന്ധു ജോയ്ക്കെതിരെയും ലതിക സുഭാഷിനെതിരെയും VS അച്യുതാനന്ദൻ നടത്തിയ അശ്ലീല പദപ്രയോഗങ്ങൾ അദ്ദേഹം തിരുത്തിയുമില്ല, പാർട്ടി തിരുത്തിച്ചതുമില്ല. അതിനെതിരെ ടീച്ചർ ഒരു വാക്ക് മിണ്ടിയിരുന്നോ?
മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ നടത്തിയ വ്യക്തിഹത്യ പറഞ്ഞാൽ തീരില്ല. അന്നൊന്നും ഇരകൾക്ക് വേണ്ടി ഒരു വാക്ക് മിണ്ടാത്ത ആളാണ് ടീച്ചറെന്ന് മറക്കരുത്. അതുപോലെ തന്നെ ഈ സംഭവങ്ങൾ ഒന്നും ടീച്ചർക്ക് എതിരെ നടന്നു എന്ന് പറയുന്ന സൈബർ അറ്റാക്കുകളെ ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. എല്ലാം എതിർക്കപ്പെടണം. ഇരകളുടെ രാഷ്ട്രീയം നോക്കി മാത്രം എതിർക്കുന്നത് ശരിയാണോ എന്ന് ടീച്ചർ പരിശോധിക്കണം. ഏറ്റവും ഒടുവിൽ വടകരയിൽ ടീച്ചറുടെ എതിർ സ്ഥാനാർത്ഥി ഷാഫിയെ സ്വീകരിക്കാൻ വന്ന വടകരയിലെ സാധാരണ സ്ത്രീകളെ മോശം പദപ്രയോഗം കൊണ്ട് അവഹേളിച്ച ജയരാജനെ തള്ളിപ്പറയാൻ ടീച്ചർ തയ്യാറായില്ല എന്ന് മാത്രമല്ല അയാൾ ന്യായീകരിക്കാനും ശ്രമിച്ചു എന്നത് അത്യന്തം ഖേദകരമാണ്. കഴിഞ്ഞ ദിവസം സിപിഎം ജില്ലാ സെക്രട്ടറിയുടെ മകൻ ഇട്ട അശ്ലീലം നിറഞ്ഞ കമന്റിനെതിരെയും ടീച്ചർ മിണ്ടിയതായി കണ്ടില്ല. ഒരു ടീച്ചർ ഒരിക്കലും ഒറ്റക്കണ്ണൻ ആകരുത്. ഇനി നമുക്ക് രാഷ്ട്രീയം ചർച്ച ചെയ്യാം. കോവിഡ് ദുരിതകാലത്ത് നമ്മൾ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ഒരുമിച്ചതിനെ നേരിട്ടു. അന്ന് നമ്മൾ അതിന് നേരിട്ടത് കാലാകാലങ്ങളായി യുഡിഎഫും എൽഡിഎഫും സർക്കാരുകൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ള നമ്മുടെ നല്ല ആരോഗ്യ മേഖല ഉപയോഗിച്ചാണ്. അതൊരു വ്യക്തിയുടെ നേട്ടമായി ചിത്രീകരിക്കുന്നത് അഴകിയ രാവണൻ കളിയാണെന്ന് പറയാതെ വയ്യ. അതേസമയം ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടിയ കോവിഡ് മരണം നടന്നത് കേരളത്തിലാണ് എന്നത് നമ്മളെ ഞെട്ടിക്കുന്നതാണ്. കോടതി ഇടപെട്ടതിനു ശേഷമാണ് ആ കണക്കുകൾ പുറത്തുവന്നത് എന്നതും ഞെട്ടിക്കുന്നതാണ്. PR വർക്കുകൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ജനങ്ങൾ വിശ്വസിക്കുക എന്നത് മൂഢത്വമാണ്. കോവിഡ് ദുരിതകാലത്ത് 450 രൂപയുടെ PPE കിറ്റ് ഒരു കമ്പനി 450 രൂപയ്ക്ക് തരാം എന്ന് കൊട്ടേഷൻ നൽകിയിട്ടും അത് പരിഗണിക്കാതെ മറ്റൊരു കമ്പനിക്ക് 3 ഇരട്ടി വിലയിൽ ഓർഡർ കൊടുത്തത് വെറും അഴിമതി അല്ല, തീ വെട്ടിക്കൊള്ള തന്നെയാണ്. ഇതെല്ലാം തിരഞ്ഞെടുപ്പിൽ ചർച്ചയാവുക സ്വാഭാവികം മാത്രമാണ്. അതോടൊപ്പം മാർക്സിസ്റ്റ് കാപാലികർ 51 വെട്ടുവെട്ടിക്കുന്ന ടിബിയുടെ വടകരയിൽ വീണ്ടും അക്രമം അഴിച്ചുവിടാനും രാഷ്ട്രീയ എതിരാളികളെ അടിച്ചൊതുക്കാനും ബോംബ് നിർമ്മിക്കുന്നത് മാപ്പർഹിക്കാത്ത കുറ്റമാണ്. ഷാഫിക്കെതിരെ പ്രയോഗിക്കാനാണ് ബോംബ് നിർമ്മിച്ചത് എന്നുപോലും ആക്ഷേപമുണ്ട്. അന്ന് നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടി മാർക്സിസ്റ്റ് പ്രവർത്തകർ മരിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ബോംബ് നിർമ്മാണം പുറം ലോകം അറിയുമായിരുന്നില്ല. അപ്പോൾ എന്തിന്? ആർക്കെതിരെ? എവിടെ വെച്ച് ഉപയോഗിക്കാനാണ് ഈ ബോംബ് നിർമ്മിച്ചത്? എന്തായാലും ഇനിയും വടകരയെ കൊലക്കളം ആക്കാൻ വടകരയിലെ ജനങ്ങൾ അനുവദിക്കില്ല.